ഈ കഥകൾ അദ്ദേഹത്തിൻ്റെ മറ്റ് രംഗത്തുള്ള ആധ്യാത്മികമായിട്ടുള്ള വീക്ഷണങ്ങൾ ഒക്കെ അനുസരിച്ച് ഉള്ള മൂല്യങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള കഥകളാണ്. ഒരു സാരോപദേശ കഥകളുടെ മട്ടാണ് ഇതിനുള്ളത്. കൂടുതലും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ കുട്ടികൾക്കായുള്ള രീതിയിൽ ആണ് ഇത് രചിച്ചിരിക്കുന്നത്. വളരെ ലളിതമായ ഭാഷ, വളരെ ഡയറക്റ്റായിട്ടുള്ള, വളരെ നേരിട്ട് തന്നെ സംവേദനം ചെയ്യുന്ന തരത്തിലുള്ള ഒരു എഴുത്ത്, ഇങ്ങനെയൊക്കെയാണ്. പ്രശസ്ത സാഹിത്യകാരനായ സി രാധാകൃഷ്ണനാണ് ഈ പുസ്തകത്തിന് വേണ്ട ഒരു ആമുഖം എഴുതിയിരിക്കുന്നത്. അദ്ദേഹം പരിസ്ഥിതി പാലനത്തെക്കുറിച്ചുള്ള പുസ്തകം എഴുതിയിട്ടുണ്ട്, സാമൂഹ്യ സമരസതയെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, കുടുംബസ്വരലയം, കുട്ടികൾക്കുള്ള പുസ്തകങ്ങൾ, ഇങ്ങനെയൊക്കെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അവാർഡുകളും നേടിയിട്ടുണ്ട്. സമ്പൂർണ്ണമായും ആധ്യാത്മിക ജീവിതത്തിന് ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന വ്യക്തികൾ കഥയും കവിതയും എഴുതുന്നത് അത്ര പതിവല്ല. എന്നാൽ മലയാള മനോരമ ഈ കഴിഞ്ഞ കാൽനൂറ്റാണ്ടിലെ ഏറ്റവും ശ്രദ്ധേയമായ പുസ്തകങ്ങൾ തിരഞ്ഞെടുത്തപ്പോൾ അതിൽ ഒരു പുസ്തകം, ഒരു കഥാസമാഹാരം അറിയപ്പെടുന്ന ഒരു ആധ്യാത്മിക പ്രവർത്തകൻ്റെയാണ്, സ്വാമി അധ്യാത്മാനന്ദ. അദ്ദേഹം എഴുത്തുകാരനാണ്, പ്രഭാഷകനാണ്, വേദപണ്ഡിതനാണ്, ആധ്യാത്മിക പ്രഭാഷണങ്ങൾ നടത്തുന്ന വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം കവിയാണ്, കഥാകാരനാണ്, ഉപന്യാസകൃത്താണ്. ഇങ്ങനെ പല നിലയ്ക്കും നമ്മുടെ സമീപകാല കേരളത്തിലെ ബൗദ്ധിക ലോകത്ത് മുമ്പും വളരെയധികം പേർ, ചിന്മയാനന്ദ സ്വാമിയെ പോലെയുള്ളവർ, നിത്യ ചൈതന്യ യതിയെ പോലെയുള്ളവർ, ഇവരൊക്കെ ഉണ്ടെങ്കിലും സമീപകാലത്ത് ഈ സാംസ്കാരിക പ്രവർത്തന രംഗത്തും സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് സ്വാമി അധ്യാത്മാനന്ദ. അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം വിദ്യാസ്മൃതി ലയം എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. ഇതിനകം തന്നെ 3 പതിപ്പുകൾ ആയിക്കഴിഞ്ഞിരിക്കുന്നു. മാതൃഭൂമി ബുക്സാണ് ഇതിൻ്റെ പ്രസാധകർ. ഇത് 21-22 കഥകളാണ് ഇതിലുള്ളത്. അമ്മേടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അഡ്മിറ്റ് കാർഡ് വന്നിട്ടോ? ആഹാ, അത് നന്നായല്ലോ. അപ്പോ ഈ വിസയും ടിക്കറ്റൊക്കെ കാശ് എത്ര വേണ്ടി വരുടാ? ഒരു 4-5 ലക്ഷം എന്തായാലും വേണ്ടി വരും. എത്ര ദിവസം കിട്ടും നമുക്ക്? 20-25 ദിവസം. അമ്മ ഞാനെന്താ മറുപടി അയക്കണ്ടേ? നീ ഓക്കെ പറഞ്ഞോ? KSFE, ഈ നാടിന്റെ ധൈര്യം. ഈ കഥകൾ അദ്ദേഹത്തിൻ്റെ മറ്റ് രംഗത്തുള്ള ആധ്യാത്മികമായിട്ടുള്ള വീക്ഷണങ്ങൾ ഒക്കെ അനുസരിച്ച് ഉള്ള മൂല്യങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള കഥകളാണ്. ഒരു സാരോപദേശ കഥകളുടെ മട്ടാണ് ഇതിനുള്ളത്. കൂടുതലും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ കുട്ടികൾക്കായുള്ള രീതിയിൽ ആണ് ഇത് രചിച്ചിരിക്കുന്നത്. വളരെ ലളിതമായ ഭാഷ, വളരെ ഡയറക്റ്റായിട്ടുള്ള, വളരെ നേരിട്ട് തന്നെ സംവേദനം ചെയ്യുന്ന തരത്തിലുള്ള ഒരു എഴുത്ത്, ഇങ്ങനെയൊക്കെയാണ്. അത് വളരെ രസകരമായ രീതിയിൽ ജീവിതത്തിൻ്റെ വളരെ ആഴമേറിയ ചില പ്രശ്നങ്ങൾ, ലൗകിക ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ചില ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, ഇവയൊക്കെ എങ്ങനെയാണ് ഒരു തീർച്ചയായിട്ടും ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള, അതിനെ എന്താ പറയുന്ന ഒരു ദാർശനിക തലത്തിൽ തന്നെ ഈ പ്രശ്നങ്ങളെ എങ്ങനെ അഭിസംബോധന ചെയ്യാം എന്ന് വളരെ ലളിതമായി പറഞ്ഞു തരുന്നതാണ് പുസ്തകം. പ്രധാനമായിട്ടും 3 ഭയങ്ങളെക്കുറിച്ചാണ് ഈ കഥകൾ പ്രതിപാദിക്കുന്നത്. ഒന്ന്, വിദ്യാഭ്യാസം സംബന്ധിച്ച ഭയം മാത്രമല്ല, ഭയം, ആശങ്കകൾ, അതിൻ്റെ ദൗർബല്യങ്ങൾ, എന്തുകൊണ്ടാണ് ഒരു ഫലപ്രദമായ അല്ലെങ്കിൽ സമ്പൂർണ്ണമായ ഒരു വിദ്യാഭ്യാസം നടക്കാതെ പോകുന്നത്, അതിന് വിദ്യാർത്ഥികളുടെ വശത്തുനിന്നും അധ്യാപകരുടെ വശത്തുനിന്നും ഒക്കെ അതിനുള്ള പോരായ്മകൾ എന്തൊക്കെയാണ്, വിദ്യയെ പേടിക്കേണ്ട കാര്യമുണ്ടോ, അധ്യാപനത്തെ പേടിക്കേണ്ട കാര്യമുണ്ടോ, അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ, ഇപ്പം ഗണിതം മുതലായ വിഷയങ്ങളുമായി എങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാക്കും, അതിന് വേണ്ട മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ, അതിന് വേണ്ട വീക്ഷണപരമായ തയ്യാറെടുപ്പുകൾ എന്നൊക്കെയാണ് ഒന്ന് വിദ്യാഭ്യാസം. രണ്ടാമത്തേത് ദാമ്പത്യത്തെ സംബന്ധിച്ചുള്ള ഭയങ്ങളാണ്. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നിരന്തരമായി ഉയർന്നു വരുന്ന ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, പൊരുത്തക്കേടുകൾ, ഇവയൊക്കെ എങ്ങനെ അതിജീവിക്കാനാവും, കൂടുതൽ പരസ്പര ബന്ധത്തോടെ, പരസ്പര ധാരണയോടെ എങ്ങനെ ആ പ്രശ്നങ്ങളൊക്കെ അതിജീവിക്കാം
എന്നുള്ളതാണ് രണ്ടാമത്തെ ഭയം. മൂന്നാമത്തെ ഭയം മരണഭയത്തെക്കുറിച്ചാണ്. മരണഭയം, ഈ 3 ഭയങ്ങൾ നമ്മുടെ സമകാലിക ജീവിതത്തിൽ മനുഷ്യരെ ഏറ്റവും അധികം വേട്ടയാടുന്ന 3 പ്രധാനപ്പെട്ട ഭയങ്ങളാണ്. അതുകൊണ്ട് മരണഭയത്തെ എങ്ങനെ അതിജീവിക്കാം? മരണം, നശ്വരത, ജീവിതത്തിൻ്റെ ഒരു സാധാരണ ഒരു കാര്യം എന്നുള്ള രീതിയിൽ മരണത്തെ സമീപിക്കേണ്ട അതിൻ്റെ ആവശ്യം, അതെങ്ങനെ എന്നൊക്കെയുള്ള വളരെ അർത്ഥവത്തായിട്ടുള്ളതും സാരവത്തായിട്ടുള്ളതും മാത്രമല്ല ആഴത്തിലുള്ളതാണെങ്കിലും വളരെ ലളിതമായി പറഞ്ഞു തരുന്ന ഒരു പുസ്തകമാണ്. സി രാധാകൃഷ്ണനാണ് ഇതിൻ്റെ പ്രശസ്ത സാഹിത്യകാരനായ സി രാധാകൃഷ്ണനാണ് ഈ പുസ്തകത്തിന് വേണ്ട ഒരു ആമുഖം എഴുതിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, നോക്കൂ, കവി കൂടിയായ ഈ സ്വാമിജിയുടെ ഭാഷ അദ്ദേഹത്തിൻ്റെ ജീവിതം പോലെ ലളിതസുന്ദരവും പ്രസന്നവുമാണ്. ഒരേ സമയം ചങ്ങാതിയും സാക്ഷിയും രക്ഷകനും വഴികാട്ടിയും ഗുരുവുമാണ് അദ്ദേഹം. തൻ്റെ ധർമ്മവും കർമ്മവും സൂക്ഷ്മമായി തിരിച്ചറിഞ്ഞ ഒരാളുടെ നിസ്സംഗതയും അനുതാപവും സമഭാവനയും വരികൾക്കിടയിൽ വായിക്കാം. അതോടൊപ്പം കുട്ടിത്തത്തിൻ്റെ നിറവിശുദ്ധിയും നർമ്മസമൃദ്ധിയും കൂസലില്ല കുസൃതിയും. കേരളീയ നവോത്ഥാനത്തിന് ഇനിയും ഒരു വസന്തമുണ്ടാകുമെന്ന ഉറപ്പാണ് സ്വാമി അധ്യാത്മാനന്ദയുടെ പുറപ്പാടുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെ വളരെ ഗംഭീരമായ രീതിയിലാണ് സി രാധാകൃഷ്ണൻ ഈ പുസ്തകം പരിചയപ്പെടുന്നത്. സ്വാമി അധ്യാത്മാനന്ദയുടെ ലളിതമായ ഭാഷയും വളരെ ഫലപ്രദമായ സംവേദന ശൈലിയും മനസ്സിലാക്കാൻ ഈ സമന്വയ താളം എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം വാസ്തവത്തിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിനെക്കുറിച്ചാണ്. അതിൽ പറയുന്നത് വായിക്കാം. ജീവിതത്തിൽ സമയനിഷ്ഠയ്ക്ക് ഏറെ മൂല്യം കൽപ്പിക്കുന്ന ഭാര്യയും പരോപകാരത്തിന് ഓടി നടക്കുന്നതിൽ നിർവൃതി തുകരുന്ന ഭർത്താവുമാണ് ഇവിടുത്തെ കഥാപാത്രങ്ങൾ. വേറെയും പൊരുത്തക്കേടുകൾ ഇവരുടെ ജീവിതത്തിൽ കണ്ടേക്കാം. ഏതായാലും ഇവരുടെ ജീവിതം നരക തുല്യമായിരിക്കുന്നു. അന്യർക്ക് ഉപകാരം ചെയ്യുന്നതിനെക്കുറിച്ച്, അതും സ്വന്തം കാര്യങ്ങൾ മാറ്റിവെച്ച്, പുഷ്പവല്ലിക്ക് വലിയ അഭിപ്രായമുണ്ടാവാൻ വഴിയില്ല. സമയനിഷ്ഠയുടെ കാര്യത്തിൽ അവരിൽ അച്ഛൻ്റെ സ്വാധീനമുള്ളത് നാം കണ്ടു. അതുപോലെ പരോപകാര വിഷയത്തിലെ നിലപാടിന് അമ്മയുടെ സ്വാധീനം പ്രമാണമായിരിക്കാം. അവനവൻ്റെ കാര്യം നോക്കാൻ ശ്രദ്ധ വേണം. വീട് നന്നാക്കിയിട്ട് വേണ്ടേ നാട് നന്നാക്കാൻ? അമ്മയിൽ നിന്ന് പുഷ്പവല്ലി ഈ വാക്യം ആവർത്തിച്ച് കേട്ടിട്ടുണ്ടാവാം. സ്വന്തം അച്ഛനും കുടുംബാംഗങ്ങളും സാമൂഹിക സേവന രംഗത്ത് പ്രശസ്തരായിരുന്നു. പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ തനിക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇതാവാം ദാമോദരൻ്റെ ന്യായമായ ആത്മകഥം. വീട്ടുകാര്യങ്ങളിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കൂ എന്ന് ഒരു പക്ഷേ ദാമോദരൻ വെല്ലുവിളിച്ചേക്കാം. മറ്റുള്ള ഭർത്താക്കന്മാർ ഭാര്യയോടൊപ്പം ഇരിക്കാൻ സമയം കണ്ടെത്തുന്നത് പുഷ്പവല്ലി അസൂയയോടെ ശ്രദ്ധിച്ചു തുടങ്ങും. അതും ദാമോദരനോടുള്ള വിരോധം വളർത്തും. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ രീതി. തീർച്ചയായും മനഃശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ജീവിതത്തിലെ ഭാര്യാഭർത്തൃ ബന്ധത്തിലെ പൊരുത്തക്കേടുകളെക്കുറിച്ചുണ്ട്. ഇതൊക്കെ ഒരു ആധ്യാത്മിക പ്രവർത്തകനിൽ നിന്ന് വരുമ്പോൾ അതൊരു കൗൺസിലിങ്ങിൻ്റെ ഫലവും കൂടെ ചെയ്യുന്നുണ്ട് എന്നും കൂടി നമുക്ക് കാണാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പുതിയ പുസ്തകമല്ല, അദ്ദേഹം പരിസ്ഥിതി പാലനത്തെക്കുറിച്ചുള്ള പുസ്തകം എഴുതിയിട്ടുണ്ട്. സാമൂഹ്യ സമരസതയെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. കുടുംബസ്വരലയം, കുട്ടികൾക്കുള്ള പുസ്തകങ്ങൾ, ഇങ്ങനെയൊക്കെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അവാർഡുകളും നേടിയിട്ടുണ്ട്. സ്വാമി തന്നെ ഇതിൻ്റെ ആമുഖം എഴുതുമ്പോൾ അദ്ദേഹത്തിന് ഈ വേദാന്തവുമായിട്ടും, അദ്ദേഹം ചിന്മയാനന്ദൻ്റെ ശിഷ്യൻ ബോധാനന്ദ സ്വാമിയുടെ ശിഷ്യനാണ്. അതിൽ നിന്നാണ് ഈ വളരെ ദാർശനികമായിട്ടുള്ള വേദാന്തവുമായിട്ടുള്ള ബന്ധം പോലെ തന്നെ അദ്ദേഹത്തിന് സാഹിത്യത്തിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ താല്പര്യമുണ്ട്. അദ്ദേഹം എഴുതുന്നു, സാമാന്യം വായനാശീലം ചെറുപ്പത്തിലെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മാക്സിം ഗോർക്കിയുടെ അമ്മ, ഈ സന്തോഷിൻ്റെ അന്ധകാരനഴി, ആനന്ദിൻ്റെ മരുഭൂമികൾ ഉണ്ടാകുന്നത്, MP നാരായണപിള്ളയുടെ പരിണാമം തുടങ്ങിയ അനവധി നോവലുകൾ ഞാൻ ആസ്വദിച്ചിട്ടുണ്ട്. ഏറെ സ്വാധീനിച്ച എഴുത്തുകാരിൽ പ്രഥമ ഗണനീയൻ സി രാധാകൃഷ്ണനാണ്. അമ്മേടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അഡ്മിറ്റ് കാർഡ് വന്നുട്ടോ. ആഹാ, അത് നന്നായല്ലോ. അപ്പോ ഈ വിസയും ടിക്കറ്റൊക്കെ കാശ് എത്ര വേണ്ടി വരുടാ? ഒരു 4-5 ലക്ഷം എന്തായാലും വേണ്ടി വരും. എത്ര ദിവസം കിട്ടും നമുക്ക്? 20-25 ദിവസം. അമ്മ ഞാനെന്താ മറുപടി അയക്കണ്ടേ? നീ ഓക്കെ പറഞ്ഞു. KSFE, ഈ നാടിന്റെ ധൈര്യം. അപ്പോൾ അദ്ദേഹത്തിന് ഒരേ സമയത്ത് ജീവിതത്തിനോടും തത്വശാസ്ത്രത്തോടും പ്രത്യേകിച്ച് ഇതിനകത്ത് മനഃശാസ്ത്രപരമായ ഒരുപാട് ഉൾക്കാഴ്ചകൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സാഹിത്യത്തോടും ഒക്കെയുള്ള ഈ താല്പര്യം വാസ്തവത്തിൽ ഒരു സ്വാമിജിയിൽ നിന്ന്, ഒരു ആധ്യാത്മിക പ്രവർത്തകനിൽ നിന്ന് നാം അധികം പ്രതീക്ഷിക്കാൻ ഇടയില്ല. അത് ആ ഒരു തെറ്റിദ്ധാരണയെ മറികടക്കുന്ന പുസ്തകമാണ്. എന്തുകൊണ്ടും മലയാളത്തിൽ സമീപകാലത്ത് ഒരു സമ്പൂർണമായ ഒരു യോഗി അല്ലെങ്കിൽ ഒരു സന്യാസി എഴുതിയ കഥകൾ എന്ന നിലയ്ക്ക് ഇത്
പുസ്തകം സവിശേഷമാണ്.